ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ്, ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇതിൽ പാർട്ട് 1 എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് നന്നായിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ കണ്ടൻസ് യൂണിറ്റ് 1 ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതിൽ ഒരു പാർട്ടാണ് അല്ലേ, 39 പേജസ് ഉണ്ട്, ഏകദേശം 30 പേജസ് ഉള്ളതാണ്. അപ്പോൾ അതിൽ 3 അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഷോർട്ട് സ്റ്റോറി ഉണ്ട്. ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞ ഒരു പോയം ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 1 നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് 1 ആരൊക്കെ എഴുതിയതെന്ന് നോക്കാം. അപ്പം നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫുള്ള് ഒരു നാച്ചറിൻ്റെ ടച്ചുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്ചർ കാണാം. അതിനുശേഷം ഗ്ലിംസസ് ഓഫ് ഗ്രീനിൽ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറഞ്ഞത് എഴുതിയത് റസ്കിൻ ബോണ്ട് എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്. വളരെ പ്രശസ്തനാണ് അദ്ദേഹം, ഷോർട്ട് സ്റ്റോറിയാണ്. ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞത് എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അതും ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ട്രാൻസ്ലേറ്റഡ് ബൈ അബ്ദുള്ള എന്ന് പറഞ്ഞ ആളാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. പോയം എഴുതിയേക്കുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞ ഒരു പോയം വില്യം വേർഡ്സ്വർത്ത് എഴുതിയേക്കുന്നത്. നമ്മൾ ജസ്റ്റ് ചാപ്റ്റർ വായിക്കാൻ പോവാണ്. ദ മൗണ്ടെയിൻ മിസ്റ്റ് ഹോവറിങ് ഓവർ ദ പൈൻസ് ആൻഡ് പോൺസ് അൺവെയിൽസ് ദ ഹെവൻ. ഇതൊരു ഹൈക്കു എന്ന് പറഞ്ഞ ഒരു കവിതയാണ് കേട്ടോ, ഹൈക്കു എഴുതിയ കവിതയാണ്. അപ്പം ദ മൗണ്ടെയിൻ മിസ്റ്റ്, നിങ്ങളെല്ലാവരും വലിയ വലിയ മൗണ്ടെയിൻസിൽ, വലിയ വലിയ പർവ്വതങ്ങളിലോ കാടുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ മിസ്റ്റ് കാണാം. മിസ്റ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളികൾ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഒരു പുകമഞ്ഞ് പോലെ, കോടമഞ്ഞ് പോലെ കാണാം അല്ലേ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഹോവറിങ് ഓവർ ദി പൈൻസ് ആൻഡ് പോൺസ്. ഹോവറിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? റിമെയിൻ ഇൻ വൺ പ്ലേസ് ഇൻ ദ എയർ, അതായത് റിമെയിൻ പോയിസ്റ്റ് അൺസർട്ടൻലി ഇൻ വൺ പ്ലേസ് ഓർ ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ്. ഹോവറിങ് എന്ന് പറഞ്ഞാൽ ഒരു സിനോണിമാണല്ലേ. ഹോവറിങ് സിനോണിമിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റേ ഇൻ വൺ പ്ലേസ് ഇൻ ദ എയർ, എയറിലെ ഏതെങ്കിലും ഒരു പ്ലേസിൽ നിൽക്കുക, അല്ലെങ്കിൽ യൂഷ്വലി ബൈ മൂവിങ് ദ വിങ്സ് ക്വിക്ക്ലി. അതിനൊക്കെയാണ് നമ്മൾ ഹോവറിങ് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് ഇങ്ങനെ തെന്നി മാറുന്നത് പോലെയുള്ള, അതിനെയാണ് ഹോവറിങ് എന്ന് പറയുന്നത്. ഹോവറിങ് ഓവർ ദ പൈൻസ് ആൻഡ് പോൺസ്. അവിടെയുള്ള മിസ്റ്റ് എന്താണ്? മിസ്റ്റിൻ്റെ പ്രത്യേകത അത് പൈൻ മരങ്ങളുടെയും പോൺസിൻ്റെയൊക്കെ ഇടയ്ക്ക് അത് വല്ലാതെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് അവിടെ തെന്നി മാറിക്കൊണ്ട് നിൽക്കുന്നത് പോലെയല്ലേ, മഞ്ഞിങ്ങനെ ഒഴുകി തെന്നി മാറുന്നത് പോലെയല്ലേ. അൺവെയിൽസ് ദ ഹെവൻ. അൺവെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് അറിയോ? അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എപ്പോഴും ഒരു ഡിക്ഷണറി നിങ്ങളെ കൂടെ നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അൺവെയിൽസ് എന്ന് പറഞ്ഞാൽ അനാവരണം ചെയ്യുക. അതായത് ഹെവനിലെ അവിടെ ഒരു സ്വർഗം കണ്ടത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. എപ്പോൾ ദ മൗണ്ടെയിൻ മിസ്റ്റ് ഹോവറിങ് ഓവർ ദ പൈൻസ് ആൻഡ് പോൺസ്, അതായത് പൈൻ മരങ്ങൾക്കിടയിലും ഈ തടാകങ്ങളുടെ പോൺസ്, കുളങ്ങളുടെ ഇടയിലൊക്കെ ഈ മഞ്ഞ് ഇങ്ങനെ തെന്നി മാറുന്നത് കണ്ടാൽ നമ്മൾക്ക് ഒരു സ്വർഗം അനാവരണം ചെയ്യപ്പെടുന്ന, സ്വർഗം ഇങ്ങനെ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത് പോലെയാണ് തോന്നുക എന്ന് പറയും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരിതാണ്, നാച്ചർ ഈസ് നോട്ട് എ പ്ലേസ് ടു വിസിറ്റ്, ഇറ്റ് ഈസ് ഹോം. എന്നിട്ട് അതിനെ പറ്റിയിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്. നേച്ചർ എന്ന് പറയുന്നത്, പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം മാത്രമല്ല. ഇറ്റ് ഈസ് ഹോം, അത് നമ്മുടെ വീട് തന്നെയാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്. Man should live in harmony with nature. Being one with nature is always mesmerizing. Have you ever got a chance to spend your leisure time with nature? Let us read how a boy experienced and blended with the essence of nature. ഇവിടെ പറഞ്ഞ നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്. നേച്ചർ എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് അറിയാമോ? അങ്ങനെ ഓരോന്നിൻ്റെയും മീനിങ് മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മറന്നുപോലെ കേട്ടോ. അപ്പോൾ ഹാർമണി എന്ന് പറഞ്ഞാൽ ദ കോമ്പിനേഷൻ ഓഫ് സൈമിൾട്ടേനിയസ്ലി സൗണ്ടഡ് മ്യൂസിക്കൽ നോട്ട്സ് ടു പ്രൊഡ്യൂസ് എ പ്ലീസിങ് എഫക്റ്റാണ് അതിൻ്റെ നൗൺ എന്ന് പറയുന്നത്.
അല്ലാതെ നമുക്ക് എന്താണ് ഹാർമണിയായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് വളരെ പീസ്ഫുള്ളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ മലയാളം വേർഡ് എന്ന് പറഞ്ഞാൽ ഹാർമണി മലയാളം വേർഡ് വിത്ത് നേച്ചർ. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. മെസ്മറൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെയധികം നമ്മളെ മെസ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ കുറേ വേർഡുകൾ, നിങ്ങൾ ഇതിലുള്ള വേർഡുകൾ അറിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് മനം മയക്കുന്ന അല്ലേ. മെസ്മറൈസിങ് എന്ന് പറഞ്ഞാൽ മനം മയക്കുന്ന ഒരു നമ്മുടെ ഒരു എന്താണ് നേച്ചറിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു മനം മയക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഹാർമണി എന്ന് പറഞ്ഞാൽ ഐക്യപ്പെടുക കേട്ടോ. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. നേച്ചറിനോട് എപ്പോഴും ഐക്യപ്പെട്ട് വേണം മനുഷ്യൻ ജീവിക്കുക. ഐക്യപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകൃതിനെ ഒരിക്കലും നമ്മൾ എന്താണ് നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ എന്താണ് നല്ലോണം പ്രകൃതിനോട് നിന്നാൽ പ്രകൃതി നമ്മളോട് നല്ലോണം നിൽക്കും. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. എന്താണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് നമുക്ക് മനം മയക്കുന്ന ഒരു അനുഭവമാണ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലെഷർ ടൈം വിത്ത് നേച്ചർ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലെഷർ ടൈം, അതായത് ഫ്രീ ടൈം, നിങ്ങളുടെ ഈ നേച്ചറുമായിട്ട് പ്രകൃതിയായിട്ട് ഇടപഴകാൻ അവസരം കിട്ടിയിട്ടുണ്ടോ, സ്പെൻഡ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? ലെറ്റ് us റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡ് വിത്ത് ദ എസെൻസ് ഓഫ് നേച്ചർ. അപ്പം നമ്മൾക്ക് ഒരു എക്സ്പീരിയൻസ് തരാനാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ. എന്താ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്? ഒരു ബോയ് എന്താണ് ഈ നേച്ചറുമായിട്ട് അത്രയും ബ്ലെൻഡായിട്ട് ഇടപഴകുന്ന, അത്രയും ക്ലോസ്ലി ഇടപഴകുന്നതിനെക്കുറിച്ചാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറീൻ്റെ പേരെന്ന് പറയുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്, സാഹസികത അല്ലേ. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ സാഹസികത. അപ്പം ഒരു ബനിയൻ ട്രീൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാഹസികതമായ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. Though the house and ground of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because of grandfather at the age of 65 could no longer climb it. Grandmother used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in a valley of the foot of the Himalayas. അപ്പോൾ ഇതൊരു ഹിമാലയയിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് പറയുന്നത്. Though the house and ground of our home in India were grandfather's domain, the magnificent old banyan tree was mine. എന്താ പറഞ്ഞത്, വീട് അവിടെയുള്ള ഒരു ഇന്ത്യയിലുള്ള ഒരു കഥയാണ് പറയുന്നത്. ഇന്ത്യയിലൊരു പഴക്കം ചെന്നൊരു വീടുണ്ട്, അത് ഗ്രാൻഡ് ഫാദറിൻ്റെതാണെങ്കിലും അവിടെയുള്ള മനം മയക്കുന്ന ആ ബനിയൻ ട്രീ, അതായത് വലിയൊരു ആൽമരം എന്ന് പറയുന്നത് എൻ്റെതായിരുന്നു, എൻ്റെ മാത്രമായിരുന്നു. ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ, എന്തുകൊണ്ടാണ് മെയിനായിട്ടും കാരണം പറയുന്നത് എന്താണ്, ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. അതായത് ഗ്രാൻഡ് ഫാദറിന് ഏകദേശം 65 വയസ്സായിട്ടുണ്ട്. സോ കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്, അതിൻ്റെ മേലെ കയറാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ബനിയൻ ട്രീ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തമാണ്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. ഗ്രാൻഡ് മദർ എന്താണ് ഇതും പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കാറുണ്ടായിരുന്നു. ടീസ് എന്ന് പറഞ്ഞാൽ കളിയാക്കുക. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൺ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്, an English woman who lived to the age of 117 and would have lived longer if she didn't fall while climbing an apple tree. അപ്പോൾ അപ്പൂപ്പനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ പറയുന്നതാണ്, ഒരു സ്റ്റോറി പറയും. എങ്ങനെ, ഒരു ഇംഗ്ലീഷ് വുമൺ ഉണ്ടായിരുന്നു, 117 വയസ്സായ ഒരു ഇംഗ്ലീഷ് വുമൺ ആയിരുന്നു. പക്ഷേ അവർ ആപ്പിൾ ട്രീൻ്റെ മേലെ ക്ലൈംബ് കയറുമ്പോൾ എന്താണ്, താഴെ വീണിട്ട് മരിച്ചില്ലായിരുന്നെങ്കിൽ അവർ ഇതിലും കൂടുതൽ ജീവിക്കുമായിരുന്നു എന്ന് അപ്പൂപ്പനെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കി പറയാറുണ്ടായിരുന്നു. കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഡെസ്മോണ്ട് എന്ന് പറഞ്ഞാൽ മീനിങ് നമുക്ക് നോക്കാം.
ഡെസ്മോണ്ട്. കൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ അർത്ഥം എന്താണ്? മലയാള വ്യാഖ്യാനം കൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ ഓളം, അതായത് പ്രഭുവിൻ്റെ ഭാര്യനൊക്കെയാണ് കൗണ്ട്നെസ് എന്ന് പറയുന്നത്. ഓഫ് ഡെസ്മോണ്ട്. ഡെസ്മോണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കൗണ്ട്നെസ് പ്രഭുവിനെ പറ്റിയിട്ടാണ് അപ്പൂപ്പനെ വെച്ച് കളിയാക്കാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ പറയുന്ന കാര്യം. അതായത് അപ്പൂപ്പന് ഈ ബനിയൻ ട്രീൻ്റെ മേലെ കയറാൻ പറ്റുന്നില്ല. അപ്പം അമ്മൂമ്മ പറയുന്നതാണ് 117 വയസ്സായ ഒരു പ്രഭുവിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, പ്രഭ്വി ഉണ്ടായിരുന്നു, ഡെസ്മോണ്ടിലുള്ള ഒരു ഇംഗ്ലീഷ് വുമൺ. അവർക്ക് 117 വയസ്സ് വരെ അവർ ജീവിച്ചു. അതിലും കൂടുതൽ അവർ ജീവിക്കുമായിരുന്നു. എപ്പോൾ ആപ്പിൾ ട്രീൻ്റെ മേലെ കയറിയിട്ട് അവർ താഴെ വീണില്ലെങ്കിൽ അവർ അതിലും കൂടുതൽ ജീവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് അപ്പൂപ്പനെ കളിയാക്കി പറയുമായിരുന്നു. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. എന്താണ് ഈ ബനിയൻ ട്രീൻ്റെ പ്രത്യേകത? നമ്മൾ കണ്ടിട്ടുണ്ടാകും വലിയ വലിയ ആൽമരങ്ങൾക്കൊക്കെ അതിൻ്റെ വലിയ റൂട്ടുകൾ എന്താണ്? ബ്രാഞ്ചിൽ നിന്ന് സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ, വലിയ ബ്രാഞ്ചസ് ആയിരിക്കും അല്ലേ അതിൻ്റെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത്. അതായത് ആ ഒരു ബനിയൻ ട്രീൻ്റെ ചോടെ പോയി നിന്നാൽ നിങ്ങൾക്ക് വലിയൊരു എന്താണ് തണലായിരിക്കും അല്ലേ? ഒരുപാടധികം ബ്രാഞ്ചസുകളുണ്ട്. അതിൻ്റെ മേലെ നിന്ന് താഴേക്ക് എന്താണ് റൂട്ടൊക്കെ താഴേക്ക് വന്നിട്ട് താഴെ തട്ടിയിട്ട് പിന്നെ അതവിടെ നല്ല ഉറപ്പായിട്ട് നിൽക്കും. എന്നപ്പോൾ ഒരു എന്താ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ബനിയൻ ട്രീ എന്ന് പറയുന്നത്? അത്രയും ഒരുപാട് വയസ്സായ ബനിയൻ ട്രീൻ്റെ അടുത്തൊക്കെ പോയാൽ വലിയ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റൂട്ടൊക്കെ ആയിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ the spreading branches of the banyan tree which curved to the ground and took root again, forming a maze of arches. maze എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? maze സങ്കീർണമായ കേട്ടോ. മെയ്സ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായ, ആർച്ചസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആർച്ച് പോലെ ഉണ്ടാവില്ലേ അത് ഇങ്ങനെ നിൽക്കുമ്പോൾ. ഗിവ് മീൻ എൻഡ്ലെസ് പ്ലഷർ. അങ്ങനെ ആ നിൽക്കുന്ന ആർച്ച് പോലെ നിൽക്കുന്ന ഒരുപാടധികം എന്താണ് സങ്കീർണമായിട്ട് അവിടെയും ഇവിടെയൊക്കെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന റൂട്ടുകൾ, ബനിയൻ ട്രീൻ്റെ റൂട്ടുകൾ ഗേവ് മീ എൻഡ്ലെസ് പ്ലഷർ. എനിക്ക് ഒരുപാടധികം സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ദി ട്രീ വാസ് ഓൾഡർ ദാൻ ദി ഹൗസ്. അവിടെയുള്ള ആ ബനിയൻ ട്രീ എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ വീടിനേക്കാളും അപ്പൂപ്പൻ്റെ ആ വീടിനേക്കാളും വളരെ പ്രായം കൂടുതലായിരുന്നു. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദറിനെക്കാട്ടിലും വയസ്സായതാണ്. ആസ് ഓൾഡ് ആസ് ദി ടൗൺ ഓഫ് ഡെഹ്റ. ഡെഹ്റ എന്ന് പറഞ്ഞാൽ ടൗണിനെക്കാട്ടിലും പ്രായമുള്ളതാണ് എന്ത് ഈ ഒരു ബനിയൻ ട്രീ എന്ന് പറയുന്നത്. നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദി ഫൂട്ട് ഓഫ് ദി ഹിമാലയാസ്. ഹിമാലയൻ്റെ താഴ്വരയിലാണ് ഈ ഡെഹ്റ എന്ന് പറയുന്ന ഒരു ടൗൺ ഉള്ളത്. ആ ടൗണിൽ ഉള്ള ഈ ബനിയൻ ട്രീ, ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലെ ഈ ബനിയൻ ട്രീ എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പനേക്കാളിലും എൻ്റെ വീടിനേക്കാളിലും ഒക്കെ പ്രായം ചെന്നതായിരുന്നു എന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരോ പാരഗ്രാഫ് വായിച്ചിട്ടും അതിലുള്ള ന്യൂവസ്റ്റ് ആയിട്ടുള്ള വേർഡ്, നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഇംഗ്ലീഷ് വേർഡിൻ്റെ മലയാളം മീനിങ് ഡിക്ഷണറി നോക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. അപ്പോൾ ഈ കുട്ടി വീട്ടിൽ വന്നപ്പോൾ മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്യൂറൽ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത്, എൻ്റെ അത്രയും പരിചയമുള്ളതുമായിട്ടുള്ളൊരു വസ്തു എന്ന് പറയുന്നത്, ഒരു ജീവി എന്ന് പറയുന്നത് സ്മോൾ ഗ്രേ സ്ക്യൂറലായിരുന്നു. അതായത് ഒരു കുഞ്ഞു ഗ്രേ കളറുള്ള സ്ക്യൂറലായിരുന്നു, ഒരു ചാര കളറുള്ള സ്ക്യൂറലായിരുന്നു എൻ്റെ അണ്ണാൻ കുഞ്ഞായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ജീവി എന്ന് പറയുന്നത്. ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ, ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെൻറ്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. ഈ അണ്ണാൻ കുഞ്ഞുങ്ങൾ എപ്പോഴും എന്താണ് ആർച്ചിങ് ഹിസ് ബാക്ക്, അതിൻ്റെ ബാക്ക് എന്താണ് എപ്പോഴും അങ്ങനെ ആർച്ച് പോലെ വളച്ച് വെക്കൂലേ, അതേപോലെ അത് സ്നിഫിങ് ഇൻ ടു ദ എയർ, അതെപ്പോഴും എന്താണ് എയറിൽ ഇങ്ങനെ സ്നിഫ് ചെയ്യാം, മണപ്പിച്ചുകൊണ്ടേ ഇരിക്കും അല്ലേ. ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെൻറ്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവൻ്റെ പ്രൈവസി, അവൻ്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറിയതുപോലെയാണ് എന്നെ അവൻ ദേഷ്യത്തോടെ നോക്കിയത്. അപ്പോൾ ഈ ഒരു വാക്കിൽ നിങ്ങൾക്കറിയാത്ത ഫെമിലിയർ അല്ലാത്ത വാക്കുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ സ്നിഫിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല, ഇങ്ങനെ മണക്കുക. ഓക്കെ, ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇൻവേഷൻ
അധിനിവേശം, നമ്മൾ ഇടിച്ചു കയറുക കേട്ടോ. ഒരാളുടെ ഒരു സ്വകാര്യമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ അവരുടെ ഇഷ്ടമില്ലാതെ അവർക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ ഇടിച്ചു കയറി ചെല്ലുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവേഷൻ എന്ന് പറയുന്നത്. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ്ന്റ് ആം മൈസെൽഫ് വിത്ത് എ കാറ്റപ്പുൾട്ട് ഓർ എയർ ഗൺ ഹി ബിക്കം ഫ്രണ്ട്ലിയർ. എന്താണ്, എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അണ്ണാൻകുഞ്ഞായാലും നമ്മളെ വീട്ടിലൊക്കെ വരുന്ന അമ്പലപ്രാവ് പോലെയുള്ള ജീവികളായാലും ഏത് ജീവികളായിരിക്കോട്ടെ, അവരാദ്യം ഒരു ഭയമായിരിക്കും, നമ്മളോട് ഒരു പേടിയായിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറിയതിനുള്ള ദേഷ്യം പോലെ ആയിരിക്കും നമ്മൾ നോക്കുക. അപ്പം ആദ്യം തന്നെ ആ ജീവികൾ നമ്മളെ ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും, അതിനെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കത്തക്ക രീതിയിൽ നമ്മുടെ കൈകളിൽ എന്തെങ്കിലും ഉണ്ടോ, എയർ ഗണ്ണോ അല്ലെങ്കിൽ കാറ്റപ്പുൾട്ട് എന്ന് പറയുന്ന, അവൻ പറയുന്നത് എന്താണ്, കാറ്റപ്പുൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, കാറ്റപ്പുൾട്ട് കവണയ്ക്കാണ് കാറ്റപ്പുൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. കാറ്റപ്പുൾട്ട് എന്ന് പറഞ്ഞാൽ കവണ. നമ്മളിങ്ങനെ ഈ തെറ്റാലിയൊക്കെ ഇല്ലേ, നമ്മളിങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് കാക്കേനെ ഓടിക്കുന്ന സംഭവം, അതിനാണ് കാറ്റപ്പുൾട്ട് എന്ന് പറയുന്നത്. ഓർ എയർ ഗൺ, അല്ലെങ്കിൽ എയർ ഗണ്ണോ എൻ്റെ കയ്യിലില്ല എന്ന് കണ്ടപ്പോൾ ഹി ബിക്കം ഫ്രണ്ട്ലിയർ, ആ അണ്ണാൻകുഞ്ഞ് എന്നോട് വളരെയധികം സൗഹൃദത്തിലായി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് him piece of cake and biscuit, he grew bolder and finally become familiar enough to take food from my hand. ആദ്യം എന്താണ്, ഈ ജീവികളൊന്നും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമൊന്നും എടുത്ത് കഴിക്കില്ല. പക്ഷേ പിന്നെ അവന് എന്നെ പേടിയില്ല എന്ന് കണ്ടപ്പോൾ അവൻ ബോൾഡറായിട്ട് കുറച്ചും കൂടി ധൈര്യത്തോട് കൂടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്, എൻ്റെ കൈകളിൽ നിന്ന് പോലും ഭക്ഷണം എടുക്കുന്ന രീതിയിൽ അവൻ എന്നോട് വളരെയധികം ഫെമിലിയർ ആയിരുന്നു, ഫ്രണ്ട്ലി ആയി മാറി ഈ അണ്ണാൻ കുഞ്ഞെന്ന് പറയുന്നത്. Before long, he was delving into my pocket and helping himself to whatever he could find. He was very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a human. എന്താണ് പറഞ്ഞത്, ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ്. ഡെൽവിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡെൽവിങ് ഡെൽവിങ് എന്ന് പറഞ്ഞാൽ കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗവേഷണം നടത്തുക, തിരയുക എന്നൊക്കെയാണ് ഈ ഡെൽവിങ്ങിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. അവൻ എന്നോട് വളരെയധികം ഫ്രണ്ട്ലിയായി. ഈ അണ്ണാൻ കുഞ്ഞിന് ഈ കുട്ടിയെ ഒരു പേടിയുമില്ലാതായി, വളരെ ഫ്രണ്ട്ലിയാണ്, അവൻ ഒരിക്കലും തന്നെ ആക്രമിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ അണ്ണാൻ കുഞ്ഞ് എന്താണ്, ഇവൻ്റെ പോക്കറ്റിലൊക്കെ കയറിയിട്ട് ജസ്റ്റ് കൈയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞ് കണ്ടുപിടിക്കാനൊക്കെ തുടങ്ങി. ഹി വാസ് വെരി യങ് സ്ക്യുറൽ, അവനൊരു കുഞ്ഞു സ്കുരലായിരുന്നു, എന്താണ് അധികം പ്രായമൊന്നുമില്ലാത്ത കുഞ്ഞു സ്കുരലായിരുന്നു. And his friends and relatives probably thought he headstrong and foolish for trusting a human. അപ്പോൾ ഈ കുഞ്ഞു അണ്ണാൻ കുഞ്ഞ് എപ്പോഴും ഇവൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ഈ കുട്ടിയുടെ അടുത്ത് ഓടി വന്നിട്ട് ഇവൻ്റെ കൈകളിലുള്ള ഫുഡ്, അവൻ കൊടുക്കുന്ന ബിസ്ക്കറ്റും ബ്രെഡുകളൊക്കെ എടുത്ത് കഴിക്കും. അല്ലെങ്കിൽ അവനോട് അത്ര ഫ്രണ്ട്ലി ആയതുകൊണ്ട് അവൻ്റെ പോക്കറ്റിലൊക്കെ കൈയിട്ടിട്ട് എന്തെങ്കിലും തിരഞ്ഞിട്ട് കഴിക്കാൻ നോക്കും. ഇതൊക്കെ അവൻ ഈ അണ്ണാൻ കുഞ്ഞിൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവോ ഒക്കെ അങ്ങകലെയുള്ള മരങ്ങളിൽ നിന്നൊക്കെ നോക്കി കാണുമ്പോൾ അവർ കരുതിയിട്ടുണ്ടാവും ഈ അണ്ണാൻ കുഞ്ഞ് എന്താണ് ഒരു വിവരമില്ലാത്ത കുഞ്ഞാണ്. കാരണം മനുഷ്യനെ ഒരിക്കലും എന്താണ് ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ആനിമൽസ് കരുതുന്നതെന്നൊക്കെ ഈ കുട്ടി ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ്. ഓക്കെ, in the spring when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. അതായത് ഈ സ്പ്രിംഗ് സീസണിൽ എന്താണ് ഈ ബനിയൻ ട്രീൻ്റെ മേലെയൊക്കെ റെഡ് കളറുള്ള, നിങ്ങൾ കണ്ടിട്ടുണ്ട് റെഡ് കളറുള്ള ഒരു എന്താണ് പഴങ്ങളുണ്ടാവും, ചെറിയ ചെറിയ കായകളുണ്ടാവും. വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്, അതിന് പറയുക ഫിഗ് എന്നാട്ടോ, ഫിഗ്സ്. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ദ ബ്രാഞ്ചസ്. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ കലപില കൂടുക കേട്ടോ. ഈ ബേർഡ്സ് എല്ലാ തരത്തിലുള്ള ബേർഡ്സും ഈ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും ഓടി വന്നിട്ട് ഫ്ലോക്ക് ചെയ്യും, കലപില ഉണ്ടാക്കും. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, ബുൾബുൾ പക്ഷീൻ്റെ പ്രത്യേകത എന്താണ്, അതിന് റെഡ് കളറുള്ള ബോട്ടം സൈഡാണ് ഉള്ളത്.
ചിയർഫുൾ ആൻഡ് ഗ്രീഡി ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സും ഉണ്ട്. എന്താണ് ഗോസിപ്പ് ചെയ്യുന്ന തരത്തിലുള്ള എന്താണ് ജീവിനെയാണ് റോസി പാസ്റ്റേഴ്സ്. അത് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കലപില എന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ മൈനയ്ക്കാണ് റോസി പാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെ സ്റ്റാർലിംഗ് എന്നൊക്കെ പറയും അതിനെ, റോസി സ്റ്റാർലിംഗ്. ഓക്കെ, ഈ മൈനക്കിളീൻ്റെ പ്രത്യേകത എന്താ? അതിങ്ങനെ കിലി എന്ന് എപ്പോഴും സൗണ്ട് ഇട്ടുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രൗസ്. സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സ്ക്വാബ്ലിംഗ്, ഇതൊക്കെ ന്യൂ വേർഡ് ആയതുകൊണ്ടാണ് ഇവിടെ എന്താണ് കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറിൽ കൊടുത്തത് കേട്ടോ. സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചൂഷണം എന്നാണ് ഇവിടെ കൊടുത്തത്. പക്ഷെ ബഹളം വെക്കുക, അല്ലെങ്കിൽ കലഹം ഉണ്ടാക്കുക, പിണക്കുണ്ടാക്കുക, അടിപിടി ഉണ്ടാക്കുക, അതിനൊക്കെയാണ് സ്ക്വാബ്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് എന്താണ് സ്ക്വാബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഈ പക്ഷികളെല്ലാം കൂടി ഭയങ്കര കലപില ഉണ്ടാക്കി. വിത്ത് ഈച്ച് അതർ ഓൾ ദി ടൈം. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ ദ ബനിയൻ ട്രീ വാസ് ദി നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ബനിയൻ ട്രീ ആണ് ഏറ്റവും നോയ്സിയസ്റ്റ് ആയിട്ട് ഫിഗ് സീസണിൽ ഈ റോഡിൽ കണ്ടിരുന്ന ഒരു സംഭവം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? House and grounds were of a grandfather's domain, but the magnificent old banyan tree was mine. Why did the boy say so? എന്തുകൊണ്ടാണ് ആ ആൺകുട്ടി ഇങ്ങനെ പറഞ്ഞത്? അതായത് വീടൊക്കെ അപ്പൂപ്പൻ്റെ കൈകളിലാണെങ്കിലും ഈ എന്താണ് ബനിയൻ ട്രീ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതുക എങ്ങനെയാണ്? ദ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് ദി ബോയ്സ് ബിക്കോസ് ദ ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ഗ്രാൻഡ് ഫാദറിന് എന്താണ് ഈ 65 ഏജിൽ അദ്ദേഹത്തിന് എന്താണ് ഈ മരം കയറാനൊന്നും സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ ആൻസർ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. എന്താണ്? ഗ്രാൻഡ് ഫാദർ ഈ തേർഡ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദി ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ഇതാണ് അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് സെക്കൻഡ് പേജിലെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഹൗ ഡിഡ് ദ സ്ക്യുരൽ ബിക്കം ഫ്രണ്ട് ഓഫ് ദി ബോയ്? ആൺകുട്ടിയുടെ എന്താണ് ഫ്രണ്ടായി മാറിയത്? സ്ക്യുരൽ എങ്ങനെയാണ് ആൺകുട്ടിയുടെ ഫ്രണ്ടായി മാറിയതാണ് ചോദിക്കുന്നത്. അപ്പം അതിൻ്റെ ആൻസറാണ് വെൻ ദ സ്ക്യുരൽ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോയ് ഡിഡിൻ ഹാം ഹിംസെൽഫ് വിത്ത് എ കാറ്റപ്പുൾട്ട് ഓർ എയർ ഗൺ ദ ബോയ് ബിക്കം വെരി ഫ്രണ്ട്ലി. ദ സ്ക്യുരൽ ബിക്കം വെരി ഫ്രണ്ട്ലി. എന്താണ് അത്? എവിടെയാണ് അത് ആൻസർ ഉള്ളത്? ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. ഇവിടെ നോക്കൂ, ലാസ്റ്റ് പേജ് ഇതില്ലതാ. I didn't arm myself with a catapult or air gun, he became friendlier. ഇതാണ് ആൻസർ കേട്ടോ. വെൻ ദ സ്ക്യുരൽ ഫൗണ്ട് ഔട്ട് ദാറ്റ് ബോയ് ഡിഡിൻറ്റ് ഹാം ഹിംസെൽഫ് വിത്ത് എ കാറ്റപ്പുൾട്ട് ഓർ എയർ ഗൺ ഹി ബിക്കം എ ഫ്രണ്ട് ഓഫ് ബോയ്. ഇതാണ് അതിൻ്റെ ആൻസർ പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്യുരൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ ഹ്യൂമൻ? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. എന്താ ഈ സംഭവമാണ് അതിൻ്റെ ആൻസർ. ഹി വാസ് വെരി യങ് സ്ക്യുരൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് ആൻഡ് ഹ്യൂമൻ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്യുരൽ തോട്ട് ദാറ്റ് ഹി വാസ് ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? ദേ തോട്ട് സോ ബിക്കോസ് ഹ്യൂമൻസ് വേർ ഓൾവേസ് ഹാമിങ് ദിയർ ഹാബിറ്റാറ്റ് ആൻഡ് ഡിഡിൻറ്റ് അലോ ടു ദം ലിവ് പീസ്ഫുള്ളി. ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഡ്യൂരിങ് ദ ഫിഗ് സീസൺ? എങ്ങനെയാണ് ഫിഗ് സീസണിൽ ബനിയൻ ട്രീ ഭയങ്കര നോയ്സിയസ്റ്റ് ആയിട്ടുള്ള നോയ്സായിട്ട് ഒരുപാട് ബഹളമുള്ള ഒരു പ്ലേസായി മാറുന്നത് ഫിഗ് സീസണിൽ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻ ദ സ്പ്രിങ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ് ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ് വുഡ് ഫ്ലോക്ക് ടു ഇറ്റ്സ് ബ്രാഞ്ച്. ദ റെഡ് ബോട്ടം, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇവിടെ തന്നെ ഉള്ളത് ആൻസർ തന്നെയാണിത്. ഓക്കെ, ദി റെഡ് ബോട്ടം ബുൾബുൾ cheerful and greedy
pink rosy pastors and parrots and crows squabbling with each other all the time. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ് കേട്ടോ. ഇതാണ് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്യൂരലും അത് ആ ആൺകുട്ടിയും. അപ്പോൾ നല്ല രസമല്ലേ ഈ കഥയൊക്കെ ഇങ്ങനെ കേൾക്കാം. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ പാരഗ്രാഫ് വായിക്കുക. അതിൽ ടഫായിട്ട് നിങ്ങൾക്ക് മീനിങ് മനസ്സിലാവാത്ത കാര്യം നിങ്ങൾ എന്താണ് ഡിക്ഷണറിയിൽ നോക്കിയിട്ട് മീനിങ് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് പഠിക്കാൻ വായിച്ച് പഠിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ആ ഒരു ഇതിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നെ പകുതി ആൻസർ ഉണ്ടാവും, എന്നിട്ട് അതിൻ്റെ ബാക്കി മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇദ്ദേഹമാണ് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന റൈറ്റർ കേട്ടോ. ഇതിനെപ്പറ്റിയൊക്കെ ഇദ്ദേഹം എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ ഓഥർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ്. ഓക്കെ. റസ്കിൻ ബോണ്ട് എന്താണ്, ഇന്ത്യൻ ഓഥർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻ്റ് ആണ്. ഹിസ് ഫാദർ വാസ് എൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ്. ഹി റോട്ട് ഹിസ് ഫസ്റ്റ് നോവൽ ദ റൂം ഓൺ ദ റൂഫ് അറ്റ് ദ ഏജ് ഓഫ് 17. ഇറ്റ് ഗോട്ട് ജോൺ ല്യൂൻ എന്തൊക്കെയോ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം ഭയങ്കരമായിട്ട് എഴുതുന്ന ആളാണ്. ഒരുപാടധികം റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഒരുപാടധികം എന്താണ് കുട്ടികളുടെ കഥയൊക്കെ ഒരുപാടധികം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറി വായിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ കാണുന്ന ഒരു ആൺകുട്ടീനെ അതിൻ്റെ കൂടെയുള്ള സ്ക്യൂരൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോറി വായിക്കുമ്പോൾ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, മനസ്സിലൊന്ന് ഭാവനയിൽ കണ്ടു നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇതൊന്നും മറന്നു പോകില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ നമ്മൾക്ക്. ഓക്കെ, ബൈ. പിന്നെയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് മുതൽ ഞാനിനി മൺഡേ മുതലേ ക്ലാസ് ഇടുള്ളൂ. എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് റിസർച്ച് വർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിനി മൺഡേ മുതൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിക്കാൻ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിസ്റ്ററിയൊക്കെ ഞാൻ ഇതേപോലെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്.